ഹായ് everyone, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. ഇപ്പോൾ ചോറിൻ്റെ ചപ്പാത്തിയോടെ കഴിക്കാൻ വേണ്ടി വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 വലിയ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തോരന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസിൽ കടായി വെക്കുക. കടായി ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 4 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഉള്ളി അരിഞ്ഞത്, സവാള അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഒന്ന് ഇളക്കി വെക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുക. ക്യാരറ്റ് നല്ല കുക്കായിട്ടുണ്ട്. ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ടുണ്ട്. ക്യാരറ്റിൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാൻ വേണ്ടി വളരെ നല്ലതാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ടിയുള്ള ഒരു കടായി എടുക്കുക. അന്നേരം വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.